വീണാൽ നക്ഷത്രമായി വീഴുക, അടങ്ങിയാൽ കാട്ടുതീയായി എരിഞ്ഞടങ്ങുക. കാട് കട്ടവൻ്റെ നാട്ടിൽ ചോറ് കട്ടവന് കിട്ടുന്ന ഗതികെട്ട അവസ്ഥ. അട്ടപ്പാടിയിലെ മധുവിൻ്റെ അവസ്ഥ ഉൾപ്പെടെ നിരവധിയായ സമൂഹത്തിലെ അനീതികളോടും സമൂഹത്തിൻ്റെ വ്യവസ്ഥാപിതമായ സ്വാർത്ഥ താല്പര്യങ്ങൾക്കെതിരെയും പൊരുതുന്ന വേടൻ്റെ രാഷ്ട്രീയത്തെ പിണറായിയും സംഘപരിവാറും ഒരുപോലെ ഭയക്കുന്ന ഒരു സാഹചര്യമാണെന്ന് കോൺഗ്രസിൻ്റെ കരുത്തനായ നേതാവ് രാഹുൽ മാങ്കൂട്ടം തുറന്നടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ നിശാഗന്ധിയിൽ തിരുവനന്തപുരത്ത് നടന്ന ഒരു പ്രോഗ്രാം കേവലം 4000 ടിക്കറ്റുകൾ മാത്രം വിറ്റെടുത്ത് പ്രതീക്ഷയിലും കവിഞ്ഞൊഴുകുന്ന യുവത്വത്തിൻ്റെ ഒരു അതിപ്രസരം. 20,000-ഓളം പേരാണ് ആ റാപ്പ് സംഗീതം കാണാനും പങ്കെടുക്കുന്ന ആ വേദിയിലേക്ക് എത്തിയത്. വേടൻ എന്ന പേര് കേൾക്കുമ്പോൾ യുവാക്കൾ അവിടേക്ക് ഓടിയെത്തുന്നുണ്ടെങ്കിൽ അയാളുടെ രാഷ്ട്രീയത്തെ യുവാക്കൾ അംഗീകരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ കൃത്യമായ സ്പന്ദനം മനസ്സിലാക്കാൻ ലോകത്തെ പല വിഷയങ്ങളെക്കുറിച്ചും അദ്ദേഹം അവതരിപ്പിക്കുന്ന കാര്യങ്ങളെ വളരെ സമർത്ഥമായി അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹത്തിനോട് വിയോജിപ്പ് തോന്നുന്നത് ഇവിടെ ഭരിക്കുന്ന സർക്കാരിനാണെങ്കിൽ, വനം വകുപ്പിനാണെങ്കിൽ, സംഘപരിവാറിനാണെങ്കിൽ അതിനെതിരെയുള്ള ജനരോക്ഷം ആളിക്കത്തുക തന്നെ ചെയ്യും എന്നാണ് രാഹുൽ മാങ്കൂട്ടം തുറന്നടിച്ചിരിക്കുന്നത്. നമുക്കറിയാം, അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് നിരവധിയായ രീതിയിൽ അദ്ദേഹത്തിന് കൊടുക്കാൻ ശ്രമിച്ച ആ വഴികളൊന്ന് നോക്കണം. ആദ്യം കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിടേണ്ട അവസ്ഥ വരുമ്പോൾ ഉടൻ നേരെ പുലിപ്പല്ലിലേക്ക് കയറി പിടിക്കുകയാണ്. അതിനുശേഷം പിന്നീട് അദ്ദേഹത്തിൻ്റെ മാതാവ് ശ്രീലങ്കൻ വംശജയാണ്, ആ വഴിയിലും കണക്ഷനുണ്ട് എന്ന് പറഞ്ഞു പോകുന്നു. ഇത് തനിക്കൊരു കൂട്ടുകാരനായ രഞ്ജിത്ത് സമ്മാനിച്ചതാണ്, അദ്ദേഹം ഫ്രാൻസിലോ US-ലോ മറ്റോ ഉണ്ട് എന്ന് പറയുമ്പോൾ അതിനെ തിരക്കി ഇറങ്ങുകയാണ്. ഒപ്പം വേടൻ്റെ ഫ്ലാറ്റിൽ നിന്നും കണ്ടെത്തിയ മഴുവിനെക്കുറിച്ച് വലിയ രീതിയിൽ അന്വേഷിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ അത് ആമസോണിൽ നിന്നും വരുത്തിയ സാധാരണയായി അലങ്കാരത്തിന് ഉപയോഗിക്കുന്ന ഒരു സാധനം മാത്രമാണ് എന്ന് മനസ്സിലായതോടെ ഇളിഭ്യരായി പോകുന്ന വനം വകുപ്പുകാരുടെ ദയനീയ അവസ്ഥ. ആംസ് ആക്ട് പ്രകാരം വേടനെ കുടുക്കിക്കളയാം എന്നുള്ള ചിന്തയായിരുന്നു അവരുടെ മുമ്പിൽ. ഒരു ദിവസം ജയിലിൽ പിടിച്ചിടണം എന്ന മേലധികാരിയുടെ ഹിഡൻ അജണ്ട അതാണിപ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടുന്നത്, അതാണ് ഇവിടെ പൊളിഞ്ഞടുങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വരികളിലും കൃത്യമായി പറയുന്നുണ്ട്, നീ തമ്പുരാനൊന്നുമല്ല, ആണെങ്കിൽ എനിക്കൊരു ചുക്കുമില്ല എന്ന് കൃത്യമായി പറയുന്ന വേടൻ്റെ രാഷ്ട്രീയം. ഇപ്പോഴിതാ ഗായകനായ MG ശ്രീകുമാർ പറയുന്നു, തനിക്ക് 45 കൊല്ലമായി ജനങ്ങളുമായി നേരിട്ട് സംവദിക്കുന്ന വ്യക്തിയാണ് ഞാൻ, കേരളത്തിൽ എല്ലായിടത്തും പോയിട്ടുണ്ട്, എനിക്ക് ഈ വേടനെ അറിയില്ല എന്ന് പറയുന്നു. വേടനെ MG ശ്രീകുമാറിന് അറിയാത്തത് അത് വേടൻ്റെ തെറ്റല്ല, അത് MG ശ്രീകുമാറിൻ്റെ അറിവിൻ്റെ കുറവ് കൊണ്ടാണ് എന്ന് തുറന്നടിക്കുകയാണ് പൊതുസമൂഹം. കൃത്യമായി MG ശ്രീകുമാർ പറഞ്ഞു വെക്കുന്ന ഒരു ജാതി ഭ്രാന്തുണ്ട് എന്ന് തുറന്നടിച്ചിരിക്കുന്നു സമൂഹം. MG ശ്രീകുമാറിൻ്റെ ചില രാഷ്ട്രീയ ലക്ഷ്യങ്ങളും അദ്ദേഹത്തിൻ്റെ ബ്രാഹ്മണിക്കൽ ഹെഗിമണിയുമാണ് പൊളിഞ്ഞിരിക്കുന്നതെന്ന് എല്ലാവരും മനസ്സിലാക്കിയിരിക്കുന്നു.